ഗ്രാമീണ രംഗത്ത് പ്രവർത്തിക്കുന്ന ദേശീയ സമ്പാദ്യ പദ്ധതി പോലുള്ള സംരംഭങ്ങളെ കേന്ദ്ര സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ ഇൻസെന്റീവ് വെട്ടിക്കുറച്ചുകൊണ്ടാണ് പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയം തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുമെന്നും ഇതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും PN മോഹനൻ പറഞ്ഞു. ഇന്ത്യയിലെ തൊഴിലാളികൾക്കും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തില്ല. തൊഴിലാളികൾക്ക് മാത്രമല്ല, വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കരിക്കുന്ന സമീപനം ഒരു വശത്ത് നടക്കുമ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിക്കൊണ്ടിരിക്കല്ലേ. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം രാജ്യം കണ്ടില്ലേ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളല്ലേ ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയത്. അതിന് ശേഷം അവരുടെ മുന്നിൽ മുട്ടുമടക്കിയില്ലേ? ഇന്ത്യ രാജ്യത്ത് കർഷകരുടെ അതിശക്തമായിട്ടുള്ള സമരം ഉയർന്നു വന്നില്ലേ? വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉയർന്നു വന്നില്ലേ? സർട്ടിഫിക്കറ്റ് വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തുന്ന ഭരണകൂടത്തിന്റെ നിലപാടിനെതിരായിട്ടല്ലേ തത്വത്തിൽ ആ പ്രതിഷേധം ഉയർന്നത്? നീറ്റ് പരീക്ഷ, സിവിൽ സർവീസ്, ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നത തലങ്ങളിലുള്ള എത്തിപ്പെടുന്നവരുടെ എക്സാമിനേഷൻ പോലും വൻകിട വർഗീയ താല്പര്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന സാമ്പത്തിക സോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കുന്ന സാഹചര്യത്തിന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമല്ലേ രാജ്യം കണ്ടത്? CITU ജില്ലാ കമ്മിറ്റി ഹാളിലാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. അനിത അധ്യക്ഷയായി. ഗിരിജ രക്തസാക്ഷി പ്രമേയവും PP അശോക് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി അന്നമ്മ ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P ശിവദാസൻ, പുഷ്പലത, ബേബി, ഗിരിജ, സരിത, PK സുശീല എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.